എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങിവരും. എന്നിട്ട് അവൻ വിളിച്ചു പറയും, ഈ രാത്രിയുടെ 1/3 ബാക്കിയുള്ള സമയത്ത് എന്നോട് പാപമോചനം തേടുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് പുറത്തുതരാം. പശ്ചാത്തപിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാം. എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളവരാരുണ്ട്? ഞാൻ അവർക്കത് നൽകാം. ഈ ഹദീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യമുണ്ട്. ഇതിന് മുൻകൂട്ടി യാതൊരു നിബന്ധനകളും വെച്ചിട്ടില്ല. അല്ലാഹു ഒരു തുറന്ന ക്ഷണം നടത്തുകയാണ്. നിനക്ക് പാപമോചനം വേണോ? ഞാൻ ഇവിടെയുണ്ട്. നിനക്ക് പശ്ചാത്തപിക്കണോ? ഞാൻ ഇവിടെയുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്ക്, ഞാൻ ഇവിടെയുണ്ട്. എനിക്കറിയാവുന്ന ചിലരുണ്ട്, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി അവർ അലാറം വെക്കും. ഒരുപക്ഷെ അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ എഴുന്നേറ്റ് അല്ലാഹുവോട് വിളിച്ചു പറയും. ആ സമയത്ത് അല്ലാഹുവിന്റെ സാന്നിധ്യം അവർക്ക് ശരിക്കും അനുഭവപ്പെടും. അല്ലാഹു എന്നെ വിളിക്കുന്നു എന്നൊരു തോന്നൽ, ഒരു ഉറപ്പ് അവരുടെ മനസ്സിലുണ്ടാകും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ഉറക്കമുണർന്ന് സമയം നോക്കിയിട്ട് പറയുകയാണ്, എന്നെ വിളിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവേ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നു. എനിക്ക് പാപമോചനം വേണം. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിനക്ക് മാത്രമേ അത് നിറവേറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ എന്റെ അടുത്തു തന്നെയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു പറയൂ. നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പൊറുക്കലിന് തേടുകയും ചെയ്താൽ അവൻ നിങ്ങളോട് പൊറുക്കും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവൻ അത് നൽകും. അവൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതേതാണോ അത് നൽകും. സുബ്ഹാനല്ലാഹ്, ഇതാണ് തഹജ്ജുദിന്റെ സമയം. രാത്രിയിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയം, പുലർച്ചെ നേരത്തെ സമയം. ഈ സമയം അനുഗ്രഹീതമാകുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അല്ലാഹു തന്നെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണ്. അല്ലാഹു നമ്മളെ വിളിക്കുന്നു എന്ന ആ ചിന്ത കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആരാധനകളിലും ഏർപ്പെടണം. ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം. ഖുർആൻ ദിക്റിന്റെ ഭാഗമാണ്. രാത്രിയിൽ 2 റക്അത്തുകളായി തഹജ്ജുദ് നിസ്കരിക്കാനാണ് പ്രവാചകർ പറഞ്ഞിട്ടുള്ളത്. അത് തികഞ്ഞ ഏകാഗ്രതയോടെ, യാതൊരു തിരക്കുമില്ലാതെ, പൂർണ്ണ ഹൃദയത്തോടെ അല്ലാഹുവിനു വേണ്ടി മാത്രം ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ നിലത്ത് തലകുനിച്ച് സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അടിമയായി മാറും. ഒരടിമയ്ക്ക് തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുക്കാൻ കഴിയുന്നത് സുജൂദിലാണ്. സുജൂദിന്റെ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ എന്റെ തല ഒരു രാജാവിന്റെ മുന്നിലോ, ഒരു പാവപ്പെട്ടവന്റെ മുന്നിലോ, ഒരു വിഗ്രഹത്തിന്റെ മുന്നിലോ വെക്കുമോ? ഒരിക്കലുമില്ല. ആരാധന അല്ലാഹുവിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര വലുതാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, എത്ര മക്കളും പേരക്കുട്ടികളും ഉണ്ടെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനു വേണ്ടി സുജൂദ് ചെയ്യും. നിങ്ങൾ യഥാർത്ഥത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ആരാധനകൾക്ക് എഴുന്നേൽക്കാൻ കഴിയും. കാരണം അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ രാത്രിയിലെ ഉറക്കം ഉപേക്ഷിച്ച് ആരാധനകളിൽ ഏർപ്പെടാൻ കഴിയൂ. നമുക്ക് പല പ്രശ്നങ്ങളുമുണ്ട്, അതിന് പരിഹാരം വേണം. പലരും പ്രശ്നങ്ങളുമായി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നോ? ഒരുപാട് ആളുകളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കാറില്ല. അതിനു പകരം ഞാൻ അവരോട് പറയും, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങണം. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, പക്ഷെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്നോടും മറ്റുള്ളവരോടും സഹായം തേടാൻ വരുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവിന്റെ അടുത്താണ്. എന്നിട്ടും നിങ്ങൾ റബ്ബുൽ ജലാലിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചു. അല്ലാഹുവിനോട് പാപമോചനം തേടി. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം ഒരു പാപിയുമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം അത് ചെയ്തത് നമ്മൾ അദ്ദേഹത്തെ മാതൃകയാക്കാൻ വേണ്ടിയാണ്. നമ്മൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ നമ്മളിൽ എത്ര പേർ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയും, നിസ്കരിക്കാൻ കഴിയില്ല, എനിക്ക് മടിയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഭാര്യയുമായി ഇണചേർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം കുളി നിർബന്ധമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു. കുളിക്കാൻ മടിയാണെന്ന് നിങ്ങൾ പറയും. അല്ലാഹു അക്ബർ, അതൊരു ആദരവാകണം. എനിക്ക് നാണക്കേടാണ് രാത്രിയിൽ വെള്ളത്തിന്റെ ശബ്ദം കേട്ടാൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും? നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് നാണക്കേടേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് സദക്കയാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം നൽകുക. അവർ വളരുമ്പോൾ അറിയട്ടെ, രാത്രിയിൽ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കുളിക്കണമെന്ന്. ഹറാമിന്റെ കാര്യത്തിൽ നമ്മൾ നാണിക്കാറില്ല. എത്ര പുരുഷന്മാർക്ക് അവരുടെ സുഹൃത്തുക്കളുടെ കാമുകിമാരെക്കുറിച്ച് അറിയാം, എന്നാൽ സ്വന്തം ഭാര്യയെക്കുറിച്ച് മറച്ചുവെക്കും. കാരണം അവർക്ക് കുറ്റബോധമുണ്ട്. അല്ലാഹു നമുക്ക് അറിവ് നൽകട്ടെ. ആ രാത്രിയിൽ അല്ലാഹുവിന് വേണ്ടി കുളിക്കുന്നത് പോലും ഒരു ഇബാദത്താണ് എന്നോർക്കുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. കാരണം ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. അവസാനം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരണമേ. രാത്രിയിലെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ എളുപ്പത്തിൽ പരിഹാരം നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ജീവിതം അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും.